ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിയാസ് ലച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഷോർട്ടാണ്. അപ്പോൾ ഇന്നത്തേത് എന്ന് പറയുന്നത് എൻ്റെ മുടി വെട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലെയർ വെട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് വെട്ടുക എന്നുള്ളത്. അപ്പം നമുക്കറിയുന്ന ചേച്ചിയുടെ കടയിൽ പോയിട്ടായിരുന്നു ലെയർ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ലച്ചിനെ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വേണം. ഇതിന് മുമ്പ് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളിതൊന്ന് മിസ്സായിപ്പോയി, അതാണ് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗമായിട്ട് എടുത്ത് നമുക്ക് ക്ലിപ്പ് ചെയ്യാനുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ അവർ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എൻ്റേത് ആദ്യം തന്നെ അതായത് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞങ്ങളൊരു ചെറിയ ലെയർ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ചെറിയ ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് സിമ്പിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. വേണമെങ്കിൽ ഇങ്ങനെ ഓരോ ലെയർ പോലെയായിരുന്നു എൻ്റെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത്, എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിക്കും. ഇവിടെ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ, നല്ല സന്തോഷം ഉണ്ടാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ലച്ചു ആണെങ്കിൽ അതിനിടയിൽ കിടന്ന് കരയായിരുന്നു കേട്ടോ. കാരണം എനിക്കിങ്ങനെ കെട്ടിവെച്ചു, എൻ്റെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇതായി. അപ്പോൾ അങ്ങനെ അവളത് ആണെങ്കിൽ ചെറുതായിട്ട് യു കട്ട് കെട്ടി, പക്ഷേ അവളത് ആദ്യം തന്നെ ചെറിയ യു ആയിരുന്നുകൊണ്ട് അത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധം ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ തന്നെ അവിടെ കിടന്ന് തല്ലിവിടുന്നുണ്ട്. എൻ്റെ ഹെയർ വാഷ് ഇടുന്നതുകൊണ്ട് അവളുടെ തന്നെ തോന്നുന്നുണ്ട് കാണാതായത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സെൻറ്ററിലുള്ളത് ക്ലിപ്പ് ചെയ്ത് വെച്ചു. അതേപോലെ സൈഡ് എനിക്ക് കാണുന്നില്ല കേട്ടോ, ഇത് എനിക്കൊന്നും എൻ്റെ കാണുന്നില്ല. അതായത് ഇവിടെ കണ്ണാടി ഇല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൽ കണ്ണാടിയൊന്നും ഇല്ല. ഇവിടെ അപ്പുറത്തുമാണ് കണ്ണാടി ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കാണില്ല. എനിക്കൊന്ന് കാണണേ എന്നിട്ട് ഞാൻ നിന്നിരുന്നത്. അപ്പം വെട്ടലങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇത്ര പോലെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് അതായത് നീളം കുറഞ്ഞോട്ടേന്ന് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അപ്പോൾ അവിടെ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞ് അവിടെ വെട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മുടി കണ്ടോ? യെസ്, വെട്ടി. അയ്യോ, അപ്പോൾ ലച്ചു ഇവിടെ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവളുടെ മുടി വെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. മിറർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഇനി അവിടെ കിടന്ന് തല്ലുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇതാണെന്ന് തോന്നുന്നു. നമ്മളൊരു റെഫറൻസ് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ രീതിയിലായിട്ട് വെട്ടിയത് ഇത്. അപ്പോൾ ഇങ്ങനെ ലച്ചു കണ്ടോ ഒറ്റയ്ക്ക് എന്നിട്ട്. അപ്പോൾ ഗൈസ് നിൻ്റെ മുടി വെട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്റേതാണെന്നൊക്കെയാണ് അവളുടെ എന്നാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് എടുത്തതാണ്, അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണിപ്പോൾ നമ്മുടെ ബ്യൂട്ടി പാർലർ. ഓക്കെ, അപ്പോൾ അച്ഛനാണെങ്കിൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് അങ്ങോട്ട് വരുന്നില്ല ഇങ്ങോട്ട് വരുന്നു, അങ്ങനത്തെ രീതിയിലായിരുന്നു. അത് പിന്നെ ക്യാമറയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. എൻ്റെ ഹെയർസ് കട്ട് ചെയ്യുന്നത് കാണാൻ നമുക്ക്. പക്ഷേ എൻ്റെ അത്യാവശ്യത്തിന് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ അയ്യോ നല്ല കുറഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കണ്ടോ നന്നായിട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ ലച്ചുവിൻ്റെ യു കട്ടാണ്. അവളുടെ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും കാണണം. അത് നമ്മൾ ഇടാം കണ്ടോ. എൻ്റെ മുടി അതാ കിടക്കുന്നത് ഗൈസ്. അതത്രേ ഉള്ളൂ. ലാസ്റ്റ് ആകുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ മുടി തന്നെയാണോ അങ്ങനെ വിചാരിച്ചു. കണ്ടോ ഇത്ര ലെങ്ത്താണ് ഇപ്പോൾ എനിക്കുള്ളത്. ഇതൊക്കെ വെട്ടിയിട്ട് അതിന് കയറിയല്ലേ വരിക. അപ്പോൾ കണ്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ എനിക്ക് ബാംഗിൾസൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ആദ്യം തന്നെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തില്ല. എന്നാൽ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ വരെ സാധാ ലെയർ വെട്ടുമ്പോൾ അങ്ങനെയുള്ളതുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രിയാണെന്നെങ്കിൽ എനിക്ക് വട്ടൊക്കെ ഇട്ട് കെട്ടി ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പോൾ ലച്ച് പിന്നെ മിറർ സെൽഫി എടുക്കുന്നതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാനും എടുക്കും കേട്ടോ. അവളത് വെട്ടുന്ന വീഡിയോയിലുണ്ട് അത്. അപ്പോൾ ഞാനവിടെ ചിരിക്കുന്നുണ്ട്, എനിക്കൊന്നും അറിയണില്ലേ. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്തുകൊണ്ടെന്ന് അറിയില്ല. അങ്ങനെ കണ്ടോ എൻ്റെ മുടി അതാ കിടക്കണം. അപ്പം ഇതെൻ്റെ അമ്മേനെ അറിയുന്ന ചേച്ചിയാട്ടോ. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കുറച്ച് വെട്ടിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫ്രണ്ടിൽ ഈ കുറച്ച് മുടി കാണുന്നില്ല നമുക്ക്. അത് കണ്ടോ ആ ലെങ്ത്ത് കൂടുതലുള്ള മുടിയില്ലേ, ആ മുടി എനിക്ക് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എത്ര ലെങ്ത്ത് ഉണ്ടോ, ഇത് ലെയർ തന്നെ അല്ലേ അങ്ങനെ വിചാരിച്ചു കേട്ടോ ഞാൻ ആ മുടി കണ്ടപ്പോൾ. പക്ഷേ അത് വെട്ടുമായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് വെട്ടണം. ഞാൻ പെട്ടെന്ന് ഈ ഒരു ക്ലിപ്പിൻ്റെ
അപ്പോൾ ഗായ്സ് അവിടെ മുടിവെട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറാണ് കേട്ടോ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ടത്തെ മുടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഒക്കെ ഉള്ളൂ ലെങ്ത്ത്. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അല്ല ഇത്രയാണ് ലെങ്ത്ത്, ഞാൻ അത്ര ലെങ്ത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അപ്പം എന്താ ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. പച്ചങ്ങനെ ചെന്ന് കുടിച്ച് നോക്കിയപ്പോൾ വേണ്ടി അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പുറത്തൊക്കെ ആലത്തൂർ ചെറിയ കുട്ടികളൊരു കടയുണ്ട് ഇപ്പുറത്തുനിന്ന് ജന്മ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കടയിൽ നിന്നാട്ടോ ആ ജന്മൻ്റെ മേലെ ആയിട്ടുള്ളൊരു കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വെട്ടിയത്. ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എൻ്റെ ഇതിലൊക്കെ കളിട്ടുണ്ട്. അപ്പോൾ ബാക്കിയാണ് ചാനൽ.